പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 57ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണസീരി നമ്മുടെ ദൈവനെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ ബിജു ജോർജ് ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസിന്റെ സ്വദേശം കൊല്ലമാണ്. ഇപ്പോൾ സൗദി അറേബ്യയിൽ ജിദ്ദയിൽ ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കർത്താവ് പ്രിയ ദേവദാസിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സൗദി അറേബ്യ ജിദ്ദയിലുള്ള എബനേസർ ഫെലോഷിപ്പ് എന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ് പ്രിയ ദേവദാസൻ. ഞങ്ങൾ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കോഡിസ്ലോ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവന്റെ ശുശ്രൂഷ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ദൈവനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഇങ്ങനെ ഈ രാത്രികാലം നമ്മൾക്ക് ഒരു ഓൺലൈൻ വർഷിപ്പായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡെന്നിസ് ബ്രദറെ, സഹോദരി സിസ്റ്റർ സിജി സിസ്റ്ററിനെ ഡെന്നിസ്, അവരെയൊക്കെ ഓർത്ത ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വളരെയധികം വചനം ദുർലഭമായി കൊണ്ടിരിക്കുന്നു. ജനം തെറ്റി ഉഴന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവനാമത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സംരംഭം പ്രിയ ദൈവമക്കളാൽ സ്ഥാപിതമായതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രവർത്തനത്തെ ദൈവം പിന്നെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ഈസ് ലവ് എന്നുള്ള ഈ ഓൺലൈൻ മീറ്റിംഗ് വളരെ പിന്നെയും വളർന്ന് പന്തലിപ്പാൻ തക്കോണം ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ ഡെന്നിസ് ബ്രദറിനോട് സഹോദരിയോടും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുയേശുവിലുള്ള നന്ദിയെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രികാലം ദൈവപാദപീഠത്തിൽ നാം ആയിരിക്കുന്നത് കർത്താവ് നമ്മെ രക്ഷിച്ച ആ രക്ഷയെ നാം ഓർത്തുകൊണ്ടായിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവസ്നേഹം ഒരിക്കലും അത് മാറിപ്പോകുന്നില്ല. ഹല്ലേലൂയ. പ്രത്യേക ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസി സിസ്റ്റർ ഫാനി ജോസ് എന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദാസിയും ദൈവം സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഹല്ലേലൂയ ഗാനം ആലപിപ്പാനിടയെ തീർന്നു. ദൈവത്തിന്റെ പാട്ട് വളരെ ആത്മാവിൽ പാടുവാൻ ഇടയായി തീർന്നല്ലോ. പ്രിയ സഹോദരിയും ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സഹോദരൻ, ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ എന്ത് പ്രസംഗിക്കും ഹല്ലേലൂയ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഞാൻ ആയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർപ്പിച്ചത് ദൈവസ്നേഹം, നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്റെ ആ സ്നേഹത്തെ കുറിച്ച് ഒന്നും കൂടെ ഹല്ലേലൂയ സ്തോത്രം പ്രകീർത്തിക്കുവാൻ ദൈവം എന്നെ അവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഇന്ന് രാത്രികാലവും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ ഇതിൽ കൂടി വന്നിരിക്കുന്ന മിക്കവാറുമുള്ള ആൾക്കാര് ഹല്ലേലൂയ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് സ്നാനമേറ്റ് ദൈവകൃപയിലായിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാണെന്ന് എനിക്കറിയാം. എന്നാൽ തന്നെയും ഹല്ലേലൂയ, സ്തോത്രം, ഈ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ പറയട്ടെ ദൈവമക്കളെ, ഇത് കഴിഞ്ഞ് അനേകർ ഈ മീഡിയയിൽ കൂടെ ഇത് കാണുമ്പോൾ അനേകർക്ക് അത് നമ്മൾ കേട്ടതുപോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അനേകർക്ക് ഇത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരണം. അനേകരെ ഹല്ലേലൂയ നാശത്തിൽ നിന്നും ഹല്ലേലൂയ മടക്കി വരുത്തുവാനിടയായി തീരണം. അതിനായി ഹല്ലേലൂയ ഈ ഒരു സംരംഭം അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരുവാനിടയായി തീരട്ടെ. ഇന്ന് ഹല്ലേലൂയ പറയുവാനുള്ളത് ഒന്നാണ്: ദൈവം നമ്മെ സ്നേഹിച്ചു. പുത്രനായ തന്റെ ഹല്ലേലൂയ ഓമനകുമാരനായ ക്രിസ്തുവിനെ നമ്മൾക്ക് വേണ്ടി യാഗമായി തീർക്കുവാനിടയായി തീർന്നു. ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഇന്ന് രാത്രികാലവും നമ്മൾ ഓർക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് പറയുവാനിടയായി തീരും. ഹല്ലേലൂയ. ഒന്നിനും യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം നമ്മെ ഇങ്ങനെ ആക്കി തീർത്ത് ഈ ദൈവത്തിന്റെ രക്ഷയെ നമുക്ക് ഹല്ലേലൂയ കൃപയാൽ നമുക്ക് അനുഭവിച്ചറിയുവാനിടയായി തീർന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഇന്ന് രാത്രികാലവും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാശത്തിലായിരുന്ന നമ്മെ
ദൈവം ഹല്ലേലൂയ ഈ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ദൈവസ്നേഹത്തെ പറ്റി പറയുമ്പോൾ നമ്മൾക്കൊക്കെയും അനേക കാര്യങ്ങൾ ഇന്ന് രാത്രികാലം പറയുവാനിടയായി തീരും. ഹല്ലേലൂയ, ഒന്നുമില്ലായ്മയുടെ മധ്യത്തിൽ ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുവാനിടയായി തീർന്നു. ഈ രക്ഷയെ നമുക്ക് സ്വായത്തമാകുവാനിടയായി തീർന്നത് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് ഹല്ലേലൂയ സ്തോത്രം പറയുവാനുള്ളത് ഒന്നേ ഉള്ളൂ: എന്റെ രക്ഷകനും നാഥനുമായ യേശുവിനെ ഞാൻ കൃപയാൽ സ്വീകരിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാണ്. അത് ജീവിതത്തിൽ നാശത്തിന് കാരണമല്ല, പിന്നെയോ അത് അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നടത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ നാം അതിന്റെ 9-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഹല്ലേലൂയ, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എന്ന് യെശയ്യാ പ്രവാചകൻ 800 വർഷങ്ങൾക്ക് മുൻപ് ഹല്ലേലൂയ പ്രവചനാത്മാവിൽ പറഞ്ഞ ഒരു ദൈവിക ആലോചന. അത് ഹല്ലേലൂയ സ്തോത്രം തന്റെ പുത്രനായ ക്രിസ്തുവിനെ, നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താൻ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നാം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നാം വായിപ്പാനിടയായി തീർന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ തന്റെ ഓമന കുമാരനായ ഹല്ലേലൂയ ക്രിസ്തുവിനെ തകർക്കുവാനിടയായി തീർന്നു. നമ്മൾക്കൊന്നുകൂടെ ചിന്തിക്കുമ്പോൾ അതിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ പുത്രനായ ക്രിസ്തു, യഹോവയ്ക്ക് അല്ലെങ്കിൽ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ആരംഭത്തിന് മുൻപേ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീരും. ഇന്ന് രാത്രികാലം നാം സേവിക്കുന്ന കർത്താവ് ആ ദൈവ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടി ഹല്ലേലൂയ മരിക്കുന്നതിന് മുൻപേ ഹല്ലേലൂയ കർത്താവ് ഉണ്ടായിരുന്നു എന്ന് നാം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും പലയിടങ്ങളിലും വായിപ്പാനിടയായി തീരുന്നുണ്ട് എന്ന് ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം നാം അവിടെ കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം ലോക സൃഷ്ടിക്ക് മുൻപേ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് ദൈവം മനുഷ്യർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ക്രിസ്തു തന്റെ ജഡതാരത്താൽ ആ മനുഷ്യ പ്രകൃതിയിൽ ഹല്ലേലൂയ താൻ വെളിപ്പെടുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, നമ്മുടെ ദൈവം ഹല്ലേലൂയ പുരാതനമായുള്ളവനാണ്. ഹല്ലേലൂയ സ്തോത്രം. മാനവരാശി സകലവരും പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ മാനവരെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ ആരും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വെളിപ്പെടാതിരുന്നപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് ഹല്ലേലൂയ അയക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പലപ്പോഴും നാം വചനത്തിനകത്ത് നോക്കുമ്പോൾ ദൈവത്തിന്റെ ആ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും ഒക്കെ കാണുന്നു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കന്യകയിൽ ജാതനായ യേശുവിനെ ഹല്ലേലൂയ സ്തോത്രം അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ഹല്ലേലൂയ സ്തോത്രം യേശു നമ്മോട് ഹല്ലേലൂയ ഇമ്മാനുവേൽ എന്ന് പേർ വിളിപ്പണ്ടത്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തില് 35-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം 1:35 ഇങ്ങനെ പറയുന്നു: 1:35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ നിന്ന് വിളിക്കപ്പെടുവാനിടയായി തീരും. യേശു കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പറയുകയാണ് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. യേശുവിന്റെ ജനനമൊക്കെയും നമ്മൾക്ക് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അത് പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഉണ്ടാകുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിനാലാണ് മറിയ ഗർഭം ധരിച്ച് യേശുവിനെ ജനനം എടുപ്പാനിടയായി തീർന്നെങ്കിൽ ദൈവമക്കളെ, ഇന്നും ആ ദൈവ പ്രവൃത്തി ഹല്ലേലൂയ സ്തോത്രം ജനത്തിന്റെ ഇടയിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ ഹല്ലേലൂയ ദൈവ സ്നേഹം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മെ ഓരോരുത്തരും, ഈ ലോകത്തെ സ്നേഹിച്ചത് നമ്മെ ഓരോരുത്തരും സ്നേഹിച്ചത് കൊണ്ട് നമുക്കിന്ന് ജീവിതത്തിൽ ഇന്ന് രാത്രികാലവും ദൈവസന്നിധിയിൽ പറയുവാനുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ
കർത്താവ് നമ്മുടെ മേൽ ദൈവസ്നേഹത്താൽ അവിടെ നിറയപ്പെടുവാനിടയായി തീർന്നു. നമ്മെ അവിടുന്ന് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിലുമായിരുന്ന നമ്മെ കർത്താവ് കരം തന്ന് നമ്മെ വലിച്ചെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലവും നമുക്ക് പുകഴുവാനും പ്രശംസിപ്പാനും ഉണ്ടെങ്കിൽ ഒന്നേ ഉള്ളൂ, നമ്മെ രക്ഷിച്ച ആ വിധത്തെ നാം ഒന്ന് ഓർക്കുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. യിരെമ്യാ പ്രവാചന പുസ്തകം 31-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയും ഇരിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചത് കൊണ്ടാ ഇന്ന് നാം ഹല്ലേലൂയ ആ നിത്യമായ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം. അത് ഹല്ലേലൂയ അതിനൊരു പോയിന്റ് ഇല്ല. പിന്നെയോ നിത്യമായ ആ സ്നേഹം നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ആ നിത്യമായ സ്നേഹത്തെ നാം അനുഭവിച്ച് അറിയുവാനിടയായി തീരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിന്റെ ദയ അത് ദീർഘമായിരിക്കുന്നു. ദൈവത്തിന്റെ ദയ നമ്മളോട് കൂടെ ഇരുന്നത് കൊണ്ട് നമ്മെ ദൈവം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നമ്മളെ വിളിച്ച് വേർതിരിച്ച ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഇന്ന് രാത്രികാലം നാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരണം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ എഫേസ്യ ലേഖനത്തിൽ ഹല്ലേലൂയ സ്തോത്രം 2-ാം അധ്യായത്തില് അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ ഹല്ലേലൂയ സ്നേഹിച്ച ആ മഹാസ്നേഹം നിമിത്തം ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ. എങ്ങനെയാണ് അവിടെ പറയുന്നത്? കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായത് നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന സ്ഥാനത്ത് ദൈവം നമ്മെ കൃപയാൽ നമ്മെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ കരുണാസമ്പന്നനായ ദൈവം ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണ ഒരിക്കലും തീർന്നു പോയിട്ടില്ല. ആ ദൈവ സ്നേഹം ഇന്ന് രാത്രികാലവും നമുക്ക് അനുഭവിച്ചറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, ആ ദൈവത്തിന്റെ സ്നേഹം ഇന്നും തീർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ ദൈവത്തിന് അതിരില്ലാത്ത സ്നേഹം ഹല്ലേലൂയ അത് നമ്മുടെ മേലുണ്ട്. ഇന്ന് രാത്രികാലം അനുഭവിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അധിപതിയായവനോട് നമ്മള് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നാം നിരപ്പ് പ്രാപിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് നാമേ കർത്താവിന്റെ കൃപയാൽ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മെ രക്ഷയിലേക്ക്, ഈ സ്നേഹത്തിലേക്ക്, പുത്രനായ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നമ്മെ ഹല്ലേലൂയ സ്തോത്രം കൊണ്ടുവന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ നാം ഇന്ന് മറന്നു കളയുവാൻ ഇടയായി തീരരുത്. ദൈവം നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവം ആ സ്നേഹം വലുതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമ്മളോടുള്ള ആ സ്നേഹത്തെ പ്രദർശിപ്പിച്ചതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമ്മുടെ ഈ ഭൂമിയിലേക്ക് ഹല്ലേലൂയ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഹല്ലേലൂയ ഈ താഴ്ന്ന ഭൂമിയിലേക്ക് അയപ്പാനിടയായി തീർന്നുവെങ്കിൽ ദൈവമക്കളെ, നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തെ നാം ഒരിക്കലും മറന്നു പോകുവാനിടയായി തീരരുത്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മൾക്കറിയാം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ മനസ്സലിവുള്ളവനായിരുന്നു. അനേക പ്രശ്നങ്ങളും ഹല്ലേലൂയ അവരുടെ രോഗങ്ങളും അവരുടെ മരിച്ചവരെ ഉയർപ്പിക്കുവാനൊക്കെയും കർത്താവിന് കഴിയുവാനിടയായി തീർന്നു. നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം. മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ പറയുകയാണ്, ചിന്നിയും ചിതറിയിരിക്കുന്ന ജനത്തെ കണ്ട് യേശു മനസ്സലിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നിടത്ത് ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ പാപികളായ മനുഷ്യനെ ഹല്ലേലൂയ ചേർത്ത് പിടിക്കുവാൻ, അവരെ ദൈവസ്നേഹം എന്തെന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അവരുടെ ആവശ്യങ്ങളിൽ കരുണ കാണിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. പാപത്തെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ വെറുക്കുന്ന ദൈവം പാപികളെ സ്നേഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ പാപത്തെ വെറുക്കുമ്പോൾ തന്നെ പാപികളെ സ്നേഹിപ്പാൻ നാമും ഒരു സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നാശകരമായ കുഴിയിലായിരുന്നു നമ്മെ കർത്താവ് ഹല്ലേലൂയ ദൈവം നമ്മെ അവിടെ നിന്ന് വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ നാം ഇന്ന് രാത്രികാലം ഓർത്ത് നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിപ്പാനിടയായി തീരണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾക്കറിയാം ഹല്ലേലൂയ യേശു ഹല്ലേലൂയ ഒരിക്കൽ ഹല്ലേലൂയ സ്തോത്രം പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ജനം മരുഭൂമിയിൽ ഹല്ലേലൂയ യേശുവിനോട് കൂടെ 3 നാളായി ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് പശുവിനില്ല. പറയുകയാണ്, തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പശിപ്പാൻ ഇവർക്ക് കൊടുപ്പാൻ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അവർ പറയുകയാണ്, ഞങ്ങൾ ഈ മരുഭൂമിയിൽ
എവിടെ നിന്നാണ്? എന്നാൽ യേശു ഹല്ലേലൂയ നമ്മൾക്ക് അവിടെ കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ 5 അപ്പവും 2 മീനും എടുത്ത് ഹല്ലേലൂയ സ്തോത്രം 5000 പേരെ പോഷിപ്പിക്കുവാനിടയായി തീർന്ന ദൈവം. ഹല്ലേലൂയ ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞിരുന്നാൽ, ദൈവമക്കളെ, ദൈവം നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ഹല്ലേലൂയ മനസ്സലിവുള്ള ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന വിധങ്ങളെ, നമ്മുടെ ആവശ്യങ്ങൾ കരുണ കാണിക്കുന്ന ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹത്തെ നാം ഹല്ലേലൂയ മറന്നു കളയുവാനിടയായി തീരരുത്. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ മനസ്സലിവ് നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മെ സ്നേഹിച്ച ആ ദൈവത്തിന്റെ സ്നേഹം എത്രയോ വലുതാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം ഇന്ന് രാത്രികാലം നമ്മൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ പ്രവർത്തിപ്പാനിടയായി തീരും. രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ അപ്പോസ്തല വിശ്വാസ പ്രമാണം ഏറ്റുപറയാൻ, ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അപ്പോസ്തലന്മാരുടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആ പ്രവൃത്തിയിലും നമ്മൾ കാണുവാനിടയായി തീരുന്നുണ്ട്. എന്താണ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ? കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ഉൽപ്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം അവിടുന്ന് വീണ്ടും വരുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനിടയിൽ തീർന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ ദൈവത്തിനെ, കർത്താവിനെ ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതം അടയാളങ്ങളൊക്കെ ചെയ്തെങ്കിലും ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ പിടിച്ചു ഹല്ലേലൂയ പാപികളായ 2 വ്യക്തികളുടെ നടുവിൽ ഹല്ലേലൂയ ക്രൂശിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. പാപമില്ലാത്ത പരിശുദ്ധൻ ഹല്ലേലൂയ സ്തോത്രം പാപികളുടെ ഗണത്തിൽ എണ്ണപ്പെട്ടു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം പാതാളത്തിന് ഹല്ലേലൂയ സ്തോത്രം അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ ഇന്നും വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവിനെ നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾ കൂടി നാം കടന്നു പോകുമ്പോൾ എത്രയോ വ്യതകളും കഷ്ടങ്ങളും അനുഭവിച്ച കർത്താവിനെ നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഒരിക്കൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു സംഭവകഥ പറയട്ടെ ദൈവമക്കളെ. ഒരിക്കൽ ഒരു പ്രിയ മാതാവ് ഒരു 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഹല്ലേലൂയ സ്തോത്രം തന്റെ ജീവിതത്തിൽ ആ സഹോദരി ഹല്ലേലൂയ കുഞ്ഞിനെ ഹല്ലേലൂയ ഭവനത്തിലായിരിക്കുമ്പോൾ ഉറക്കി കിടത്തിയിട്ട് താൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വിറക് വെറുക്കുവാൻ വേണ്ടി പുറത്തേക്ക് പോയി. ഹല്ലേലൂയ നമ്മൾക്ക് ചിലരൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം ഹല്ലേലൂയ സ്തോത്രം. എന്നാലും ദൈവമക്കളെ പറയുന്നത് ഹല്ലേലൂയ നമ്മളവിടെ മനസ്സിലാക്കുന്നത്, ആ സഹോദരി പുറത്തേക്ക് പോയിട്ട് ഹല്ലേലൂയ സ്തോത്രം വിറക് വിറക്കിക്കൊണ്ട് വരുന്ന സമയത്ത് തന്റെ ഭവനത്തിന്റെ ഉള്ളിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം തീ പടർന്ന് കത്തി ഹല്ലേലൂയ പുക പൊങ്ങുവാനിടയായി തീർന്നു. തന്റെ കുഞ്ഞ് അവിടെ ഉറക്കി കിടത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ ആരും രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവർക്ക് മനസ്സിലായി ആരും സഹായിപ്പാനില്ല. ആ കുഞ്ഞിനെ ഹല്ലേലൂയ ഓടി ആ തീയുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹല്ലേലൂയ ആ കമ്പിളിൽ പുതപ്പൊക്കെ പുതച്ച് ആ തീയിൽ നിന്നും ഹല്ലേലൂയ ഓടി ഹല്ലേലൂയ ഇപ്പുറത്ത് വരുവാനിടയായി തീർന്നു. നാം അവിടെ കാണുന്ന സഹോദരി ഹല്ലേലൂയ തന്റെ മുഖമോ ഹല്ലേലൂയ വെന്തു, അല്ലെങ്കിൽ ശരീരമൊക്കെ ഹല്ലേലൂയ സ്തോത്രം വലിയതായിട്ട് ഹല്ലേലൂയ വെന്ത് എരിയുവാനിടയായി തീർന്നു. തന്റെ തലമുടിയൊക്കെ കരിയുവാനിടയായി തീർന്നു. താൻ വളരെ പ്രാകൃതമായ ഒരു രീതിയിലായി തീരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ നാം അവിടെ കാണുന്ന ഒരു കാര്യം ഹല്ലേലൂയ, ആ സഹോദരി ആ കുഞ്ഞിനെ വളർത്തി. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അതിന് വേണ്ടുന്ന വസ്ത്രങ്ങളും വേണ്ടുന്ന തന്റെ ജീവിതത്തിൽ വേണ്ടുന്ന ആ കുഞ്ഞിനെ വളർത്തി തന്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് പോയതാണ്, വേറെ ആരുമില്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ആ കുഞ്ഞിനെ വളർത്തിയെടുപ്പാൻ ആ സഹോദരി ഹല്ലേലൂയ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ആ കുഞ്ഞിനെ വളർത്തിയെടുപ്പാൻ ഇടയായി തീർന്നു. ഒരിക്കൽ ഹല്ലേലൂയ ഹയർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തനിക്ക് ഫീസ് ഇല്ലാതെ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഹല്ലേലൂയ ആ മാതാവ് ഹല്ലേലൂയ പറഞ്ഞ, മോള് സ്കൂളിലേക്ക് പൊയ്ക്കോ, ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഹല്ലേലൂയ ഫീസിന്റെ കാര്യങ്ങൾ ക്രമീകരണം ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആ മാതാവ് കുഞ്ഞിനെ പറഞ്ഞയപ്പാൻ്റെ തീർന്നു. ഹല്ലേലൂയ ചില ദിവസങ്ങൾ ഫീസ് മുടങ്ങി ഹല്ലേലൂയ സ്തോത്രം ഭാരപ്പെട്ടായിരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ക്രമീകരണം ചെയ്ത് ആ മാതാവ് പൈസയും കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ആ സ്കൂളിലേക്ക് ചെന്നപ്പോൾ, കോളേജിലേക്ക് ചെല്ലുമ്പോൾ തന്റെ സുഹൃത്തുക്കളുമായി നിൽക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ആ കുഞ്ഞിനെ അവിടെ വെച്ച് കാണുവാനിടയായി തീർന്നു. ആ കുഞ്ഞിനെ കണ്ടിട്ട് പറയുന്ന കാര്യം, ഹല്ലേലൂയ സ്തോത്രം അവിടെ ചെന്ന് പൈസ കൊടുത്തു. മാതാവ് വിചാരിച്ചു ഹല്ലേലൂയ സന്തോഷത്തോടെ മാതാവ് പൈസ കൊണ്ടുചെന്നു, സന്തോഷത്തോടെ ഹല്ലേലൂയ കുഞ്ഞിനെ ആ മാതാവിനെ ആശ്ലേഷിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് മനസ്സ് ചിന്തിച്ചതെങ്കിലും ആ പൈസ മേടിച്ചിട്ട് കൂട്ടുകാരികളുമായി കടന്നു പോകുമ്പോൾ കൂട്ടുകാരി ചോദിച്ചു, ഈ ഹല്ലേലൂയ മാതാവ് ഏതെന്ന് ചോദിച്ചപ്പോൾ ഈ കുഞ്ഞ് പറവാനിടയിൽ തീർന്നു, എന്റെ വീട്ടിലെ ഒരു വേലക്കാരി
ാണ് ഹാലലിയ. ദൈവമക്കളെ, ഹാലലിയ, ഇത്രത്തോളം 6 മാസം പ്രായമായപ്പോൾ ആ കുഞ്ഞിനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ആ കുഞ്ഞിനെ ആ മാതാവ് രക്ഷിച്ചപ്പോൾ ഒക്കെയും ഇത്രത്തോളം നടത്തിയ ആ മാതാവിനെ ഹാലലിയ ഇത് തന്റെ കാതുകളിൽ ഇത് കേൾക്കുവാൻ കുഞ്ഞ് അറിഞ്ഞില്ല. എന്നാൽ ഹാലലിയ ഭവനത്തിൽ എന്നും വരുന്ന ഈ പൈതൽ ഹാലലിയ സ്തോത്രം ഹാലലിയ കടന്നു വരുമ്പോൾ ആ മാതാവ് എന്നും ഹാലലിയ വാരി പുണർന്ന് ഉമ്മ വയ്ക്കുന്ന ഒരു ഹാലലിയ സ്തോത്ര പ്രാകൃതം ഒരു ഇതാണ് ഒരു സന്ദർഭമുണ്ട്. എന്നാൽ ഈ ഒരു ദിവസം ഈ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഈ മാതാവ് ഹല്ലേലൂയ ഈ കുഞ്ഞിനെ ഉമ്മ വയ്ക്കാനോ അല്ലെങ്കിൽ ഹല്ലേലൂയ എന്തുണ്ടെന്ന് ചോദിക്കാനോ ഇടയായി തീർന്നില്ല. മാതാവ് തേങ്ങി തേങ്ങി കരയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. പറഞ്ഞു, അമ്മ എന്തിനാണ് കരയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, മോളെ നിന്നെ വളർത്തിയ ഓരോ വിധങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആ കുഞ്ഞ് ആ കുഞ്ഞു വന്ന പാതകളെ മനസ്സിലാക്കിയപ്പോൾ അത് വാവൊട്ടി കരഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിപ്പാനിടയിൽ തീർന്നു. സോറി പറയാനിടയിൽ തീർന്നു. ദൈവമക്കളെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ മാനവരാശിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ 2 കള്ളന്മാരുടെ നടുവിൽ ഹല്ലേലൂയ യാഗമായി തീർന്ന ആ കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം നാം ഇന്ന് ഓർക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് എത്രമാത്രം നന്മ ചെയ്ത ദൈവത്തെ നാം ഇന്ന് മറന്നു കളയുവാനിടയായി തീരരുത്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മെ ദൈവം വിടുവിക്കുന്നവനാണ്, നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം ഹല്ലേലൂയ സ്തോത്രം ആ ദൈവ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന് നമ്മെ ആക്കിയിരിക്കുമ്പോൾ നാം ദൈവത്തിന് പ്രയോജനമുള്ളവരായി ദൈവകൃപയോടെ ആയിരിക്കാൻ നാം ഇടയായി തീരണം. അതാണ് നമ്മെ കുറിച്ച് കർത്താവ് എല്ലായ്പ്പോഴും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നാം ദൈവസന്നിധിയിൽ ആ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച വിധങ്ങളെ നാം ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ നാം ആയിരിക്കാനിടയത്തിന്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടുവാനിടയത്തിന്. ഹല്ലേലൂയ. ഇതൊന്ന് നമ്മള് രക്ഷിക്കപ്പെടണമെന്നുള്ള രീതിയിലല്ല. അനേകർ ദൈവമക്കളെ ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞൊരു പക്ഷേ ഈ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ കാണുമ്പോൾ അവർ യേശുവിനെ ഹല്ലേലൂയ സ്തോത്രം മനസ്സിലാക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ സ്തോത്രം. നാം കാലാകാലങ്ങളായിട്ട് നമ്മളെ കർത്താവിനെ നാം ഹല്ലേലൂയ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. ദൈവകൃപയോടെ ആയിരിക്കുമ്പോൾ അനേകർ ഹല്ലേലൂയ ഇന്ന് പ്രിയ സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം വയനാടിന്റെ ഭാഗത്തൊക്കെയും ഹല്ലേലൂയ നമ്മുടെ മാംസരക്തത്തിൽ രക്തമായ അനേകർ ഹല്ലേലൂയ സ്തോത്രം മരണത്തിന് കീഴടങ്ങിയായിരിക്കുമ്പോൾ അനേകർ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഈ യേശുവിന്റെ സ്നേഹം എന്തെന്നോ ഒന്നും അറിയാതെ ഹല്ലേലൂയ അനേകർ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആരും നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള ഒരു പദ്ധതി പ്രകാരമാണ് ഇന്ന് ഇങ്ങനെ ഒരു ഓൺലൈൻ കൂട്ടായ്മ നാം നടത്തുന്നത് ദൈവമക്കളെ. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കാൻ ഈ ദിവസങ്ങൾ അനേകർ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ദൈവകൃപയോടെ ആയിരിക്കാനിടയായി തീരണം. ഹല്ലേലൂയ. അതാണ് നാം ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം പത്രോസും ഹല്ലേലൂയ പൗലോസും ശീലാസും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അവർ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. കാരണം എന്താണ്? അവർ അനുഭവിച്ച ദൈവിക സന്തോഷം, ആ ദൈവത്തിന്റെ സ്നേഹത്തെ അവർ അനുഭവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് 16-ാം അധ്യായത്തിലൂടെ കാണുമ്പോൾ ഹല്ലേലൂയ അവരെ പിടിച്ച് ആമത്തിലിട്ട് പൂട്ടുവാനിട. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തില് അതിന്റെ 30-31 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം 16-ന്റെ 30-31 വാക്യങ്ങൾ പറയുകയാണ്, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇവിടെ നമുക്കറിയാം അതിന്റെ പശ്ചാത്തലം നാം നോക്കുമ്പോൾ ഈ ദൈവസ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ പൗലോസും ശീലാസും അവർ ഇപ്പോൾ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും അവർ ദൈവത്തെ ഹല്ലേലൂയ സ്നേഹിപ്പാനും ദൈവത്തിന്റെ നാമത്തെ അറിയുവാൻ ഹല്ലേലൂയ അവർക്കുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ തന്നിരിക്കുമ്പോൾ തന്നെ നാം അനേകരുടെ ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിൽ നാശത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സമൂഹത്തിന് വേണ്ടി നാം ഈ ദിവസങ്ങളിൽ നിലകൊള്ളുവാൻ, പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവാൻ, അവർക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വിലപിപ്പാൻ നമ്മൾ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ തീരുമാനമെടുക്കുന്നെങ്കിൽ പൗലോസും ശീലാസും ഹല്ലേലൂയ അവരെ തെറ്റ് ചെയ്തിട്ടല്ല, പിന്നെയോ അവരിപ്പോൾ കാരാഗ്രഹത്തിലായിരിക്കുന്നാൽ അവർ ദൈവസന്നിധിയിൽ അവർ ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ തന്നെ അവിടെ കാരാഗ്രഹ പ്രമാണി എന്ത് ചെയ്തു? അവർ ദൈവത്തെ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിപ്പാൻ ഇടയെത്തിരുന്നു. അവിടെ അത് വായിച്ചത് ഇങ്ങനെയാണ്, യജമാന്മാരെ രക്ഷ പ്രാപിപ്പാൻ
ഞാൻ എന്തു ചെയ്യണം? അവിടെ നാം അതിന്റെ മേളിലോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു, അവിടെ ഹാലിലെ കാരാഗ്രഹം എന്താണ്? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലുകളൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചെങ്ങല അഴിഞ്ഞു വീണു, കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്ന കണ്ടിട്ട് ചെങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ചുകൊണ്ട് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷം ചെയ്യരുത്. ഹല്ലേലൂയ സ്തോത്രം. അവിടെയും ഹല്ലേലൂയ സ്തോത്രം ദൈവസ്നേഹം അനുഭവിച്ച പൗലോസും ശീലാസനും ഹല്ലേലൂയ ചെയ്യുവാൻ ഒന്നേ ഉള്ളൂ, ദൈവം വിടുവിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം അവിടെ ഹല്ലേലൂയ അവർ ഓടിപ്പോകുവാൻ ഇടയായി തീർന്നത് പിന്നെയോ ആ കാരാഗ്രഹ പ്രമാണിയെ ദൈവം വിടുവിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രികാലം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, നാം അറിഞ്ഞ സത്യത്തെ നാം മുറുകെ പിടിച്ചായിരിക്കുമ്പോൾ, അനേകർ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ഈ ദൈവസ്നേഹം അല്ലെങ്കിൽ നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹം മറ്റുള്ളവരിലേക്കും പകരുവാൻ ഇടയായിത്തീരുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ വലിയ പ്രവർത്തികളെ വെളിപ്പെടുവാനിടയായി. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മളെ ഹല്ലേലൂയ ഓരോരുത്തരെയും ഹല്ലേലൂയ സ്നേഹിച്ച ആ സ്നേഹം, പിതാവിന്റെ സ്നേഹം ഹല്ലേലൂയ സ്തോത്രം എത്ര വലുതെന്ന് നാം മനസ്സിലാക്കുന്നുവെങ്കിൽ, നാം അനേകർക്ക് നാം ഇന്ന് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മറ്റുള്ളവരെയും ഹല്ലേലൂയ ഓർപ്പിച്ചുണർത്തുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നാം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ ഹല്ലേലൂയ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ, അവിടെ അതിന്റെ 9-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ കാണുന്നത്, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 9-11 മുതലുള്ള വാക്കുകൾക്ക്, ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതിനായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാകളുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജനീയ ശുക്തി വരുത്തുന്നുവെങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കമായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ 33.5 തിരുവയസ്സ് ഹല്ലേലൂയ നല്ല ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നല്ല ഊർജത്തോടെ ആയിരിക്കുന്ന കർത്താവ് ഹല്ലേലൂയ തന്റെ രക്തം നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഊറ്റി തരുവാനിടയായി തീർന്നു. അവിടെ പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ നമുക്ക് വേണ്ടി ഹല്ലേലൂയ തന്റെ രക്തം ഊറ്റിത്തന്ന ആ കർത്താവിനെ, പിതാവിന്റെ വാക്കിനെ അനുസരിച്ച പുത്രനായ ക്രിസ്തു നമ്മളെ എല്ലാവരെയും സ്നേഹിച്ച ആ സ്നേഹമുണ്ടല്ലോ, അത് വലുതാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അപ്പോസ്തലൻ യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാമത്തെ വാക്യത്തിലൊക്കെ നാം വായിക്കുമ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ 17-ാം അധ്യായത്തില് 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ 24-ന്റെ അവസാനം, ഞാൻ ഇരിക്കുന്നിടത്ത് അവർ എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ദൈവമക്കളെ, ക്രിസ്തു ഹല്ലേലൂയ പിതാവ് ഹല്ലേലൂയ അയച്ച ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു നമ്മെ വീണ്ടെടുക്കുവാൻ. ഹല്ലേലൂയ ആ ദൈവസ്നേഹം നമ്മളിലേക്ക് പകർന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവന്റെ നാമം ഹല്ലേലൂയ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ഹല്ലേലൂയ കർത്താവിന്റെ സ്നേഹം എത്രയോ വലുതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ, പത്രോസ് ഒറ്റ ഹല്ലേലൂയ പ്രസംഗത്തിൽ 3000 പേരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നത് തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം ചെയ്ത ഹല്ലേലൂയ നന്മകളെയും ആ ദൈവം സ്നേഹിച്ച സ്നേഹത്തെയും ഓർക്കുമ്പോൾ ഹല്ലേലൂയ അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. ഈ ഓൺലൈൻ മീറ്റിംഗിൽ കൂടി നാം ചെയ്യുവാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, നാം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നമ്മെ ഓരോരുത്തരുടെ ദിവസങ്ങളിൽ തീർക്കുവാനിടയായി തീരും. എങ്ങനെ തീർക്കുവാനിടയായി തീരും? ഒരു പക്ഷേ ഹല്ലേലൂയ മീഡിയ വഴി ഇങ്ങനെ ഓൺലൈൻ മീറ്റിംഗ്, അല്ലെങ്കിൽ ഭൗതികമായി ചെയ്യുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായ കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ നാം ചെയ്യുന്നുവെങ്കിൽ അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരുവാനിടയായി തീരും. ഒരിക്കലും നമുക്ക് യേശുവിനെ പോലെ ആകുവാൻ, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആ കഷ്ടത നമുക്ക് ഒരിക്കലും വരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നമുക്ക് ചെയ്യുവാനുള്ളത്, യേശു കഷ്ടത നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച ക്രിസ്തുവിനെ നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചും നാം സേവിച്ചും മുൻപോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പരീക്ഷകളും പ്രയാസങ്ങളും ജീവിതത്തിൽ പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇതൊന്നും സാരമില്ലെന്ന് എണ്ണുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ബലം നമുക്ക് ദൈവം നൽകുവാനിടയായി തീരും. അത് അനേകർക്ക് ആശ്വാസമായി തീരുവാനിടയായി തീരും. ആ ഹല്ലേലൂയ ദൈവിക ആ സ്നേഹം നാം അനുഭവിച്ചറിയുമ്പോൾ നാം മറ്റുള്ളവരിലേക്ക് അത് പകരുവാനിടയായി തീരണം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആ ദൈവസ്നേഹം നാം അനുഭവിച്ച് നാം മറ്റുള്ളവരിലേക്ക് അത് പകരപ്പെടുവാനിടയായി തീരുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മുടെ ദൈവം വലിയവനാണ്.
അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ ഹല്ലേലൂയ അതിന്റെ 3:16 ഇങ്ങനെ വായിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അവനിൽ വിശ്വസിക്കുന്ന ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നും കഴിഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അനേകർ ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ഈ സ്നേഹം അനുഭവിപ്പാൻ കർത്താവ് വീണ്ടും വരുമെന്ന് ഉര ചെയ്തു പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യോഹന്നാൻ സുവിശേഷം 14 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിൽ വിശ്വസിപ്പൻ എന്റെ പിതാവിലും വിശ്വസിക്കണം. എന്താ ഹല്ലേലൂയ, ഞാൻ കടന്നു പോകുന്ന എന്താണ് ഹല്ലേലൂയ, നിങ്ങളെ ഇരുത്തേണ്ടതിന് ഇനിയും ഞാൻ ഹല്ലേലൂയ, സ്തോത്രം വന്ന് എന്താണ് ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി അതിൽ വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞു തീർന്നു. അതിൽ പറയാം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരുക്കിയിട്ട് പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളുവാനിടയായി തീരും. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ നാം ക്രിസ്തുവിൽ കർത്താവിൽ നാം വിശ്വസിച്ച് നാം ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് പോയതുപോലെ വീണ്ടും വരുവാനിടയായി തീരും. നമ്മെ കർത്താവ് ചേർത്ത് കൊള്ളുവാനിടയായി തീരും. ഹല്ലേലൂയ. ഈ മായായ ലോകത്തിൽ നാം ഹല്ലേലൂയ പിശാചിന്റെ തന്ത്രങ്ങളെ നാം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി, ദൈവം നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ നാം മനസ്സിലാക്കി, ക്രിസ്തു നമ്മളെ ഹല്ലേലൂയ രക്ഷിച്ച രക്ഷകളെ ഹല്ലേലൂയ എന്തെന്ന് നാം മനസ്സിലാക്കി നാം ആയിരിക്കുമ്പോൾ അല്ലെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുഹൃത്തുക്കളോ മറ്റുള്ളവരോ ഒരുപക്ഷെ നമ്മൾ നന്മ ചെയ്താൽ ഒരുപക്ഷെ ഒരു വട്ടം നമുക്ക് തിരിച്ചു ചെയ്യുവാനായി തരുന്നാൽ നമ്മുടെ കർത്താവ് നാം ഒന്നും ഹല്ലേലൂയ നന്മ പ്രവൃത്തി ചെയ്തിട്ടല്ല, പിന്നെയോ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് പിതാവായ ദൈവം ഹല്ലേലൂയ തന്റെ പുത്രനായ ക്രിസ്തുവിനെ തകർത്തത് നമ്മുടെ ഹല്ലേലൂയ, സ്തോത്രം, ദൈവമക്കളെ കുറവുകളെ കണ്ടുകൊണ്ട. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആദാമും ഹവ്വയും പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ ന്യായപ്രമാണം മോശ മുഖാന്തരം ഹല്ലേലൂയ വരുവാനിടയായി തീർന്നെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, നാം വായിക്കുന്നത് ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ ആ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്തു ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ ക്രിസ്തു മുഖാന്തരം നമുക്ക് ഈ പുതിയ നിയമം ഇല്ലെങ്കിൽ ഈ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം നമുക്ക് ലഭിക്കാനിടയായി തീർന്നു. രക്ഷ നമുക്ക് കരസ്ഥമാക്കുവാനിടയായി തീർന്നുവെങ്കിൽ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആട്ടുകൊറ്റന്മാരുടെയും കളക്കിടാങ്ങളുടെയും രക്തത്തിന് നമ്മെ ഒരിക്കലും ഹല്ലേലൂയ, സ്തോത്രം, രക്ഷിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ തന്റെ ഏകജാതനായ പുത്രന്റെ രക്തത്താൽ നമ്മെ ഹല്ലേലൂയ രക്ഷയിലേക്ക്, അനുഭവത്തിലേക്ക്, ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നെങ്കിൽ ഇന്ന് രാത്രി കാലം നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വരും ദിവസങ്ങളിൽ ദൈവകൃപയിൽ ആശ്രയിക്കാം. നമുക്ക് ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ നന്മ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഈ ദൈവസ്നേഹം നമ്മ എന്തെന്ന് മറ്റുള്ളവരും പറഞ്ഞു കൊടുപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വരും ദിവസങ്ങളിലും ഈ ഒരു കൂട്ടായ്മ ഹല്ലേലൂയ, സ്തോത്രം, ഗോഡ് ഈസ് ലവ് എന്നുള്ള ഈ ഓൺലൈൻ ഹല്ലേലൂയ കൂട്ടായ്മ അനേകർക്ക് ആശ്വാസമായി, അനുഗ്രഹമായി. ഹല്ലേലൂയ. അത് മാത്രമല്ല, അവരുടെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തി. ഹല്ലേലൂയ, സ്തോത്രം. അതിനായി ദൈവം അവരെ സഹായിക്കട്ടെ എന്നുള്ള പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ഹല്ലേലൂയ ഡെനിസ് ബ്രദറിനെ, സഹോദരിക്ക് ഹല്ലേലൂയ, സ്തോത്രം, പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ, വലിയവനായ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.